തീർത്ഥാടനത്തിന്, അർജുൻ്റെ തീർത്ഥാടനത്തിന് ഈ ജനങ്ങളെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകുക എന്നുള്ള ഒരു രാജനൈതിക അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം ഈ സമകാലിക രാഷ്ട്രീയത്തിലെ രഥയാത്രകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത്. ഈ ജനസമ്പർക്കമുണ്ട് ഇതിനാണ് തീർത്ഥയാത്ര പോകുന്നതിൻ്റെ പ്രധാന സംഗതി. ഇതാണ് പലതരത്തിലുള്ള ആളുകളുമായിട്ടും ആളുകളുടെ നാനാതരത്തിലുള്ള ജീവിതവുമായിട്ടും അവരുടെ ഭക്ഷണ രീതികളുമായിട്ടും അവരുടെ വസ്ത്രധാരണ രീതികളുമായിട്ടും അവർക്ക് എന്തെന്തൊക്കെയാണ് ഗ്രാമത്തിൽ ആവശ്യം എന്നറിയുന്നതിനും ഈ തീർത്ഥയാത്ര ഉപകരിക്കും. ആധ്യാത്മികമായ ഉയർച്ച മാത്രമല്ല, വിവേകാനന്ദൻ ഇന്ത്യ മുഴുവനും പര്യടനം ചെയ്തു. അപ്പോഴാണ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായത്. ഗാന്ധി ഇന്ത്യ മുഴുവനും നേരത്തെ സൂചിപ്പിച്ച പോലെ പര്യടനം ചെയ്തു. അപ്പോഴാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത രീതി എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. എന്ത് തരത്തിലായാൽ ഇവരെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. അപ്പോഴാണ് ആളുകൾ നോക്കിയപ്പോൾ ഒരു ദരിദ്രൻ്റെ വേഷത്തിൽ ഒരാൾ വന്ന് നിൽക്കുന്നു. അപ്പോൾ അവർക്ക് തോന്നി, ഇവൻ കൊള്ളാം, ഇവൻ നമുക്ക് പറ്റിയവനാണ്, അവൻ സത്യമേ പറയൂ എന്ന് പറയുന്നു, അവൻ സത്യം തന്നെ പറയാനാണ് സാധ്യത. കാരണം അവന് ആവശ്യങ്ങൾ കുറഞ്ഞിരിക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സാധാരണ മനുഷ്യൻ്റെ ആവശ്യം മാത്രമേ ഗാന്ധിജിക്കുള്ളൂ. യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചിലവുകൾ കൂടിയിട്ടുണ്ടാവാം. അത് പിന്നീട് സംഘടനയുടെ തീരുമാനങ്ങളിൽ പെടുന്നതാണ്, അദ്ദേഹത്തിൻ്റെതല്ല. അപ്പോൾ ഈ രാജാവിനോട് ജനങ്ങൾക്ക് സവിശേഷമായ ഒരു താല്പര്യം വരും. ആ രാജകുടുംബത്തിലെ മൂന്നാമൻ ഞങ്ങളെയൊക്കെ കാണാൻ വന്നിരിക്കുന്നു. ക്ഷേത്രത്തിൽ വന്നു. രാജാവ് ക്ഷേത്രത്തിൽ ചെന്നാൽ അങ്ങനെയല്ലേ? ഇപ്പോൾ മന്ത്രി ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യുന്ന ജനങ്ങൾക്ക് സന്തോഷമല്ലേ? പാലം ഉദ്ഘാടനം ചെയ്താൽ, ഉത്സവത്തിലെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി വന്നു. നാട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് സന്തോഷമാണ്. നമ്മുടെ മുഖ്യമന്ത്രി വന്നല്ലോ എന്നുള്ള സന്തോഷമാണ്. ചിലപ്പോൾ ചില ഭേദഗതികളൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയമായ ഭേദഗതികൾ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. അന്നതില്ല. അപ്പോൾ എപ്പോഴും ഒരു ഭരണാധികാരിയോ ഭരണാധികാരവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയോ ഒരു സ്ഥലം സന്ദർശിച്ചാൽ അത് ജനങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അത് ഞാൻ ടോൾസ്റ്റോയുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു. ടോൾസ്റ്റോയിൽ ചെന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. ഇങ്ങനെ ഒരു സന്തോഷം തൻ്റെ തോട്ടത്തിലെ തൊഴിലാളികൾക്കും അവിടെ കുടുംബമായിട്ട് ജീവിക്കുന്നവർക്കും ഉണ്ടാകുമെന്ന് ഇദ്ദേഹത്തിന് അതിനു മുമ്പ് ഭാവനയിൽ പോലും വിചാരിച്ചിട്ടില്ല അദ്ദേഹം. അപ്പോൾ തങ്ങളുടെ ഉടമസ്ഥൻ എന്ന് അവർ വിചാരിക്കുന്ന ഒരു വ്യക്തി അവരെ കാണാൻ ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആനന്ദം അപൂർവമാണ്. അപ്പോൾ അവരുടെ ജീവിത രീതി മനസ്സിലാകും, അവരുടെ വസ്ത്രധാരണ രീതി മനസ്സിലാകും, എന്തെന്തൊക്കെയാണ് അവർക്ക് അത്യാവശ്യം വേണ്ടത് എന്ന് മനസ്സിലാകും. ഒരു കുടുംബത്തിൽ, ഇദ്ദേഹം രാജകുടുംബത്തിലാണല്ലോ താമസിക്കുന്നത്, ഒരു രാജകുടുംബത്തിലെ ആവശ്യമല്ല ഒരു സാധാരണ കൃഷിവലൻ്റെ കുടുംബത്തിലുള്ളത്. അപ്പോൾ ആ കൃഷിവലന്മാർ എന്തൊക്കെയാണ് പ്രധാനമായി ആഗ്രഹിക്കുന്നത് എന്നത് മനസ്സിലാകും അവരുടെ ജീവിത രീതിയിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും പട്ടണങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും നഗരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും വളരെയധികം ആളുകളുമായി സമ്പർക്കം പുലർത്തുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ആളുകളുടെ ജീവിത രീതി, ഏത് തലത്തിലാണ് ഇനി ഭരണപരിഷ്കാരങ്ങൾ വരുത്തേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന പ്രത്യക്ഷമായ പ്രായോഗികമായ ഒരു രാജനൈതിക ജ്ഞാനം കിട്ടും എന്നത് വസ്തുതയാണ്. രാമനും ഇതേറെക്കുറെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹവും ഇന്ത്യ മുഴുവനും വേറൊരു തരത്തിൽ സഞ്ചരിച്ചു. കാട്ടിലേക്ക് അയച്ചപ്പോഴും പിന്നെ അദ്ദേഹം കൂടുതലും കാട്ടിൽ തന്നെ ഇരുന്ന് കളഞ്ഞതുകൊണ്ട് സഞ്ചരിക്കാൻ നിവൃത്തിയില്ല അദ്ദേഹത്തിന്. ഇതാണ് ശിക്ഷിച്ച് വിട്ടിരിക്കുന്നതാണതേ. ദണ്ഡകാരണ്യം വന്ന ആദതായികളെ കൊണ്ടുപോയി തള്ളിക്കളയുന്ന അതിഘോരമായ ഹിംസ്ര ജന്തുക്കൾ നിറഞ്ഞ കാടായിരുന്നു. അല്ലാതെ വെറുതെ കാട് കാണാൻ പോകുന്ന ആളുകൾ കാണുന്ന സ്ഥലമല്ലാതെ ഘോരമായ ആരണ്യം, ഘോരമായ കാന്താരം, ഹിംസ്ര ജന്തുക്കൾ നിറഞ്ഞ ശാർദൂല, സിംഹ, തക്ഷു, തരക്ഷു സങ്കുലമായ ഒട്ടും കാടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ സഞ്ചരിക്കാൻ നിവൃത്തിയില്ല. ആധ്യാത്മികമായ ജ്ഞാനവും അതോടൊപ്പം തന്നെ ഭൗതികമായ ജ്ഞാനവും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചുള്ള ഒരു അവബോധവും അദ്ദേഹത്തിന് സിദ്ധിച്ചിരുന്നു. ഈ ആധ്യാത്മികമായ ഔന്നത്യം അദ്ദേഹത്തിൽ ഉദിച്ചു നിന്നിരുന്നത് കൊണ്ടാണ് നുണ പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു. അങ്ങനെ പൂർണ്ണമായും ഒഴിഞ്ഞപ്പോഴാണ് ശ്രീകൃഷ്ണൻ രണ്ടാമത്തെ ആളെ പഠിച്ചത്. ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്നും അർജുനൻ ഒഴിഞ്ഞിട്ടില്ല. ധർമ്മപുത്രനെ പഠിച്ചപ്പോഴും അദ്ദേഹവും അതിന് തൽപരനായിരുന്നില്ല. പക്ഷേ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതൊക്കെ നമ്മളിനി
കൂടുതൽ വിശദീകരിക്കും. എങ്ങനെയാണ് അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഭീമൻ എന്ന് ഭീഷ്മരുടെ രഥത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു കൂവി. ദ്രോണരത് വകവച്ചില്ല. കാരണം അശ്വത്ഥാമാവ് അങ്ങനെ മരിക്കില്ലെന്ന് ദ്രോണർക്കറിയാം. പിന്നെയും ഇങ്ങനെ ആളുകൾ ഒരുത്തനോട് നുണ പറഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? നമ്മുടെ ഗീബൽസിൻ്റെ തന്ത്രം ആണത്. പറഞ്ഞാൽ പിന്നീട് അത് പ്രചരിച്ച് പിന്നീട് എല്ലാവരും തമ്മിൽ സംസാരമാകും. അപ്പോൾ അടുത്ത് നിൽക്കുന്ന വലയത്തിന് പുറത്തുള്ള ജനവലയങ്ങൾ അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കും. അപ്പോൾ ഒരു ഇളക്കം തട്ടി. എന്തുകൊണ്ടാണ് ഇളക്കം തട്ടിയത്? ഈ പുത്രപ്രിയത്വം കൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി അറിയാവുന്നതാണ് ഈ അശ്വത്ഥാമാവിനെ കൊല്ലാൻ സാധിക്കില്ലെന്ന്. ഇതാണ് കാരണം. അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ചൂടാവണി ഉണ്ടായിരുന്നു, ഒരു രത്നം. ആ രത്നം തലയിൽ നിന്ന് പോകുന്നവരെ അദ്ദേഹത്തിനെ കൊല്ലാനൊക്കില്ല. ആ രത്നം അങ്ങനെ പ്രത്യക്ഷവുമല്ല. അത് ദ്രോണർക്കറിയാം. എന്നിട്ടും എന്താണ്, പുത്രനോട് പ്രിയം വന്നപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അമർത്യതയെക്കുറിച്ചുള്ള സുനിശ്ചിതത്വം ഇളകിപ്പോയി. അതാണ് സ്നേഹത്തിൻ്റെ കുഴപ്പം. സ്നേഹത്തെക്കുറിച്ച് തർക്കിച്ചില്ലേ? സ്നേഹത്തിൻ്റെ കുഴപ്പമാണത്. അപ്പോൾ സ്നേഹം വന്നപ്പോൾ ചഞ്ചലമായിപ്പോയി ഹൃദയം. സ്നേഹം ദുർബലമാണ്. സ്നേഹം ഒരു അതിവൈകാരികതയാണ്. സ്നേഹം ഒരു വികാര ലോലതയാണ്. അതൊരു ഓവർ സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തനിക്ക് സുനിശ്ചിതമായിരുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അനിശ്ചിതത്വം ഉണ്ടായി. ഇനി എങ്ങാനും അങ്ങനെ മരിച്ചു പോയോ എന്ന് വിചാരിച്ചു അദ്ദേഹം. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ആചാര്യൻ, പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ സുനിശ്ചിതത്വമുള്ള ആൾ. പക്ഷെ അദ്ദേഹം വിചാരിച്ചു. അപ്പോൾ പിന്നെ സത്യം മാത്രം പറയുന്ന ഒരാളിനോട് ഇത് ചോദിച്ചു കളയാം എന്ന് വിചാരിച്ച് അദ്ദേഹം തേരാളിയോട് പറഞ്ഞു, യുധിഷ്ഠിരൻ ഈ യുദ്ധക്കളത്തിൽ എവിടെയെങ്കിലും നിൽപ്പുണ്ടോ എന്ന് നോക്ക്. അങ്ങനെ യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അശ്വത്ഥാമാവിന് എന്ത് പറ്റി യുധിഷ്ഠിര? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കുഞ്ചരൻ എന്നുള്ളത്, ആന എന്നുള്ളത്, ഭീമൻ ഗത കൊണ്ട് ഒരു ആനയെ തല്ലി കൊന്നു കൊടുത്തു ഇദ്ദേഹത്തിന് നുണ പറയാൻ പാകത്തിൽ. അപ്പോൾ നുണ പറഞ്ഞുമില്ല, പക്ഷേ നേര് പറഞ്ഞതുമില്ല. ഒരു ആന ചത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആന എന്നുള്ളത് ചുണ്ടുകൊണ്ട് ഉച്ചരിക്കുക മാത്രമേ ചെയ്തുള്ളൂ, ശബ്ദം പുറത്തേക്ക് വന്നില്ല. അപ്പോഴാണ് ആയുധം താഴ്ത്തു വെച്ചത്. അപ്പോൾ ഈ നുണ പറയാൻ ഇദ്ദേഹം വിസമ്മതിച്ചു. ഈ വിസമ്മതിച്ചത് ഈ തീർത്ഥാടന വേളയിൽ അദ്ദേഹത്തിന് കിട്ടിയ ജനപരിചയം കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ആധ്യാത്മികമായ ഉന്നമനം കൊണ്ടുമായിരുന്നു.